ഉണ്ട്, വേറെത്തിനുണ്ട്. എൻ്റെ പൊന്നോ. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്താണ്. ഓണം പ്രമാണിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വണ്ടനടിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പാരഡൈസ് പാർക്ക്, വേൾഡ് ഗാർഡൻ, അതുപോലെ തന്നെ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ജൈന്റ് വീൽ, അങ്ങനെ നിരവധി കാഴ്ചകളാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അന്നേരം കൂട്ടുകാരെ നമ്മൾ നേരെ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇപ്പം ഏകദേശം അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ അങ്ങോട്ടും പോകുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു വൈകിട്ട് 5:30-6 മണി അടുപ്പിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ് പുറമേ നിന്ന് കണ്ടപ്പോൾ തന്നെ കിള്ളി പാറിപ്പോയി കേട്ടോ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അക്ഷരാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു മായാ ലോകം തന്നെയാണ് നമ്മൾക്ക് വേണ്ടി ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നല്ല, 2 ബിഗ്ഗസ്റ്റ് ജയന്റ് വീലുകൾ, അതുപോലെ തന്നെ ആനിമൽ ഡൈനോസറുകൾ, ഫീമൻ മുതലകൾ, അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് വേണ്ടി അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂട്ടുകാരെ, അന്നേരം നമ്മൾ നേരെ ഇനി അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അന്നേരം ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വേൾഡ് ഗാർഡനും അതുപോലെ തന്നെ മറ്റൊന്ന് പാരഡൈസ് പാർക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. ഇപ്പോൾ എവിടെ കയറണം, എങ്ങനെ കയറണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ വേൾഡ് ഗാർഡനിൽ തന്നെ കയറിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് വേൾഡ് ഗാർഡൻ്റെ പണി ഇതുവരെയും തീർന്നിട്ടില്ല. അത് ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ഓഗസ്റ്റ് സൺഡേ ആണ് ഞങ്ങളിവിടെ എത്തിയത്. അന്നേരം 24-ാം തീയതി വേൾഡ് ഗാർഡൻ ഓപ്പൺ ആവത്തുള്ളൂ. എന്നാൽ പിന്നെ വിചാരിച്ചു നേരെ പാരഡൈസ് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നതാണ്. ഇവിടെ ഒരുപാട് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. എല്ലായിടത്തും ഒരേ ടിക്കറ്റ് അല്ല. ഇവിടെ മെയിനായിട്ടും പാരഡൈസ് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഗാർഡൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് പാരഡൈസ് പാർക്കിലോട്ട് പോകാനെ കൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 199 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ പാരഡൈസ് പാർക്കിലോട്ട് പല ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ വിസ്മയം തീർത്ത ആ മായ ലോകത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അന്നേരം അവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ ടിക്കറ്റ് കൊടുത്തിട്ട് അവരെ കാണിച്ചിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്ത് രസമാണെന്ന് നോക്കി. എന്തോരം ലൈറ്റുകൾ 2 സൈഡിലല്ല 3 സൈഡിലും, മേളിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നമുക്ക് ആ കയറുമ്പോൾ തന്നെ നമ്മളെ ആകർഷിച്ച് പോകും. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ വെളിയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേന് ഏകദേശം 6:30 ആയപ്പോഴത്തേന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറിയത്. ആ ഒരു സമയം തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു സന്ധ്യ സമയം കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ പൊന്നു മോനെ, ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇവിടോട്ട് വന്നപ്പോഴത്തേക്കിന് നോക്കി എന്താ രസം. എന്തോരം പൂക്കൾ വെച്ച് ഇങ്ങനെ ഒരു ആർച്ച് പോലൊക്കെ കെട്ടി ഒന്നും പറയാനില്ല. വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ കൂട്ടല്ല, തീർത്ത് ഇവിടെ വന്ന് ശരിക്കും നേരിട്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ അകത്തുനിന്ന് കയറി വന്നപ്പോഴത്തേന് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയും നമ്മൾ പോകുന്നത് കുറച്ച് പൂന്തോട്ടത്തിൽ കൂടെയാണ് കേട്ടോ. പൂന്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആർട്ടിഫിഷ്യൽ പൂക്കളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ കെട്ടുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും മനോഹരമാണ്. എന്താ രസമെന്ന് നോക്കിയൊന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായ ലോകം തന്നെയാണ് തീർത്തേക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മായ ലോകം തന്നെയാണ്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. നമ്മൾ അകത്തോട്ട് കയറുമ്പം തന്നെ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അകത്ത് നിൽപ്പുണ്ട്. ഞാൻ ഇത്രയും ആൾക്കാരുണ്ടാവുന്നിരിക്കുന്നു പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷേ അകത്തോട്ട് കയറുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. നമുക്ക് കയറുന്ന ആ ഒരു എൻട്രി തന്നെ ആ ഒരു പൂക്കളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് എൻ്റെ പൂക്കളാൽ തീർത്ത ഒരു ഗരുഡനൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പൂവിടെ ഇങ്ങനെ പൂക്കളിൽ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താജ്മഹൽ, എല്ലാ പൂക്കളും. ഇവിടെ പൂക്കൾ വിട്ടൊരു കളിയിൽ കേട്ടോ. എല്ലാം ഫുള്ള് പൂക്കളിലാണ് ഡെക്കറേഷനും കാര്യങ്ങളും, ലൈറ്റ് സെറ്റിങ് എല്ലാം പൂക്കളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പലയിടത്തും പോയിട്ടുണ്ടായിരിക്കും, എക്സിബിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എയർ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എത്ര ആൾക്കാർ കൂടി നിന്നാലും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ചൂടോ കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത ഹാളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹാളിൽ തന്നെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ, അതിലെ ഡോൾഫിൻ്റെ, അതുപോലെ തന്നെ അതിന് ചുറ്റും ഫ്ലവറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടവും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ലൈറ്റ് സെറ്റിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേനെ നമ്മളെ പ്രത്യേകം ഒരു ആകർഷിക്കുന്ന രീതിയിലാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനെന്നറിയാം ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പരമാവധി മാക്സിമം ആളില്ലാത്ത എവിടെയെങ്കിലും കുറച്ച് ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പ് നോക്കിയാണ് ഞാൻ വീഡിയോയ്ക്ക് എടുത്ത് പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ കൂടുതൽ എനിക്ക് ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്പേസ് കണ്ടെത്തി ആ രീതിക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ മിക്ക ആൾക്കാർ ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് കേട്ടോ. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാൽ എവിടെ നിന്നെന്ന് പറഞ്ഞാൽ സെൽഫി എടുക്കാനുള്ളൊരു സെറ്റപ്പാണ്.
ഇനി നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാം. അവിടെയൊക്കെ എന്തൊക്കെ വിസ്മയങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം. ഇത് നമ്മളെ മുമ്പ് കണ്ട ഗരുഡൻ തന്നെ കേട്ടോ. എന്ത് രസമാണ് നോക്കി, എന്ത് സെറ്റാക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഓരോ കാഴ്ചയും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന തരത്തിലുള്ള ഓരോരോ കാഴ്ചകളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താണ് പറയേണ്ടത്, ഒരു നഷ്ടം പറ്റിയെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാം കേട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിപ്പം വീഡിയോ കുറച്ച് ലെങ്താണ്. അപ്പം മാക്സിമം നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ഇപ്പുറത്തോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഉമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എല്ലാം പൂക്കളെ തന്നെയാണ് കേട്ടോ. ഇവിടെ പൂക്കൾ വിട്ട് ഒരു കളി ഇവരെല്ലാം പൂക്കളിലുള്ള പരിപാടിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേണ്ട ഒരു ചെറിയൊരു കൊച്ചു വീട് പോലാണ്. എന്താ സംഭവം എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒരു വീടിൻ്റെ ഒരു മാതൃകയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ടൊക്കെ ഓരോരോ സെറ്റപ്പുകളുണ്ട് കേട്ടോ. ഒട്ടകം, അതുപോലെ തന്നെ മറ്റ് കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാനെന്തായാലും ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല, അവിടെയൊക്കെ കുറച്ച് തിരക്ക് കൂടുതലാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാലും ആൾക്കാർ കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടി കൂടുതൽ സെൽഫി എടുപ്പാണ്, ഫോട്ടോ എടുപ്പാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്കത് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്തു പോകും. കാരണം നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താണ് പറയാൻ പറ്റും, നമ്മുടെ മനസ്സിന് അത്രയ്ക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി എടുത്ത് പോകും. ഇത് നമ്മൾ അതിൻ്റെ കയറി വരുമ്പോൾ കണ്ട ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നില്ല, കുറേ പൂക്കളൊക്കെ വെച്ച്. ആ ഒരു എൻട്രൻസിന് ഇപ്പുറത്തെ സൈഡാണ്. അവിടെ ഉണ്ട് ആനയുടെയും അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെയൊക്കെ മാതൃകയിലും പിന്നെ അതുപോലെ കൊച്ചു വീട് ആ ഒരു രീതിയിലൊക്കെ പൂക്കളാൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആന, അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നല്ല ചെറിയ മ്യൂസിക് മാജിക്കൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. ജസ്റ്റ് അല്ല, മുതുകാണ് എന്റെ ശിഷ്യനാണ്. ഇത് ഞാൻ ഡബിളാക്കി കൊടുക്കും. ആ കത്തിരിയുടെ എടുത്ത് കൊടുക്കുക. ഇത് ഡബിളാക്കി കൊടുക്കും. മോളെ ഇത് കട്ട് ചെയ്തിട്ട് രണ്ടാക്കണേ. മോളുടെ അച്ഛന് ഇത് ഡബിളാക്കി കൊടുക്കാത്ത അത് കറക്റ്റ്. ഒരിക്കലും കറൻസി കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല, വാ കൊണ്ട് പിടിക്കണം. ഓക്കെ ആണല്ലോ? വാ കൊണ്ട് പിടിക്കുന്നവരെ ഗിഫ്റ്റാണ്. റെഡി? 1 2 മാജിക്കൊക്കെ കാണാന്ന് വിചാരിച്ചു. നേരത്തെ മാജിക് കണ്ടത് ഇല്ലേ? അവൾ അറിഞ്ഞില്ല, തലേ പോയി. അവൻ നീങ്ങി നിന്ന് വീണ്ടും കാണിക്കുകയാണ്. തോന്നപ്പോഴത്തേന് കുറച്ച് മാജിക്കൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ പിള്ളേരെയൊക്കെ നിർത്തിയിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. എന്തായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനെ കൊണ്ട് കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറിയ പിള്ളേരെയൊക്കെ പറ്റിക്കാനുള്ള ചെറിയ ചെറിയ മാജിക്കൊക്കെയാണ്. നിങ്ങളോടുള്ള ചോദ്യമാണ്, സൂര്യന്റെ ജന്മദിനം പറയാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ ഇവിടെ എന്താ പരിപാടി എന്നറിയത്തില്ല, പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇവാ നേടെ കയറുമ്പോൾ തന്നെ ദിനോസറൊക്കെ കണ്ട. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ഇവിടുത്തെ ഹൈലൈറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഡൈനോസറിന്റെ കാഴ്ച എന്ന് പറയുന്നത്. ഒന്നും പറയാനില്ല, പൊളി പൊളി. ഇവിടെ ഓരോരുത്തരൊക്കെ പേടിച്ചോടുകയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ച ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ എന്താ സംഭവം നോക്കാം. ഓക്കെ, അപ്പുറത്ത് നമ്മളെ പേടിപ്പിച്ച ഡൈനോസറുകളാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് മുതലകളാണ്. എന്തുവാ നോക്കി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും കേട്ടോ. 2 മുതലകളുണ്ട്, കിടുവാണ്. കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോഴാണെങ്കിൽ ആ ഒരു ഡൈനോസറിനെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പേടിച്ച് അലറുമായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പേടിച്ചു പോയിരുന്നു. നമ്മളും ആ ഒരു ഫസ്റ്റ് ടൈമിൽ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ആ മ്യൂസിക്കും എല്ലാം കൂടെ കേൾക്കുമ്പോഴേ നമ്മൾ പേടിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ഭയാനകരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും വന്ന്, ചേച്ചിമാർ മാത്രമല്ല കേട്ടോ, എല്ലാവരും വന്നിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് എന്താ സംഭവം ഇതെന്ന്. അതാണ്ട് അപ്പുറത്തെ ഡൈനോസർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചിമാരും പിള്ളേരൊക്കെ തന്നെ ഇങ്ങനെ പേടിച്ചോടുകയാണ്. എല്ലാവരും ഹാപ്പിയിലാണ് കേട്ടോ. നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സങ്കടമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറന്ന് നമ്മൾ ഹാപ്പി ആവും കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പലയിടത്തും പല എക്സിബിഷനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും അവിടത്തേക്കാളൊക്കെ എന്തുകൊണ്ടും ബെറ്ററാണ് ഇതുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു കാഴ്ച, അതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് 100% നമുക്കത് എന്താ പറയുക, നമുക്ക് മുതലാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു കൊച്ചു കുഞ്ഞൊക്കെ അതിന് മണ്ടയ്ക്ക് കയറിയിരിപ്പുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് എന്താ സംഭവം നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. ഇവിടുത്തെ അകത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തോന്നുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് ഇനി ഫുൾ സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാളും കാര്യങ്ങളൊക്കെ കുറച്ച്, എല്ലാം ഒന്നും ഇല്ല, കുറേ സ്റ്റാളൊക്കെ മെയിനായിട്ടുള്ളതൊക്കെ നമുക്ക് കണ്ടുകെട്ട് എന്തായാലും പോവാം. അന്നേരം ഇവിടം തൊട്ട് വേണ്ട സ്റ്റാളുകൾ തുടങ്ങുകയാണ്. ഇവിടം തൊട്ടല്ല, കുറച്ച് ഫ്രണ്ട് തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടം തൊട്ടുള്ള വീഡിയോസാണ് ഞാൻ എടുത്തത്. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എന്തായാലും. എല്ലാം ഫുള്ള് സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഫുള്ള് ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക കാര്യങ്ങളെല്ലാം സംഭവമുണ്ട്. വണ്ടി അതുപോലെ തന്നെ എല്ലാ സംഭവവും. മുടി കൊച്ചിലെ മരം മുടി കിട്ടിയല്ലേ. ഇവിടെ അച്ചാറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ എന്താ ഇല്ലാത്തതിന് വെച്ചാൽ എനിക്കറിയില്ല, എല്ലാവിധ സാധനങ്ങളുണ്ട് ഇവിടെ. എൻ്റെ കൊച്ചു പിള്ളേരാണ്ട് ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് മൊബൈൽ കവർ. ഏത് ടൈപ്പ് മൊബൈൽ കവർ വേണമെന്നുണ്ടോ, ഇഷ്ടം പോലെയാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ വേണമെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. വേണോ? ഓർഡർ കൊടുത്തില്ലേ? പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ കുറേ പച്ചക്കറി വിത്ത് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയുടെ കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ ഇപ്പം തിരിച്ച് നമ്മളിപ്പോൾ വെളിയിലോട്ട് പോകണം കേട്ടോ. വെളിയിലോട്ട് പോകുന്ന വഴിക്കെല്ലാം സ്റ്റാളുകളാണ്. പക്ഷേ ഇത് സ്റ്റാളുകൾ അങ്ങോട്ട് തീരുന്നില്ല, ഇഷ്ടംപോലെ സ്റ്റാളുകളാണ് എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ. ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചില്ലുണ്ട്. കുന്തിരികത്തിൻ്റെ ഒരു സംഭവം തന്നെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. തന്നെ ഉണ്ടോ? ഇവിടെ അതുപോലെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ. ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി അങ്ങോട്ട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി അവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സെറ്റപ്പ് എന്നുള്ളത്. അന്നേരം എല്ലാവിധ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഫുഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ചായ ഉണ്ട്, ചായ അങ്ങനത്തെ എല്ലാ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അത്യാവശ്യം ഒരു കാലി ചായ കുടിച്ച് പിന്നെ അതുപോലെ തന്നെ ക്ലോറിഫ്ലവർ ഇത് സംഭവം ചെയ്തിട്ടില്ലേ, അതും മേടിച്ചു, അത് കഴിച്ച് അത്രേ കഴിച്ചുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറി അതേ ഒരു ഫീലിങ്സാണ്. എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ ദൈവമേ. ജൈൻറ്റ് വീല്, അതുപോലെ തന്നെ ഊഞ്ഞാൽ, അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ശരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഈ ഒരു സെറ്റപ്പ് കാണാൻ പറ്റുന്നത് നമുക്ക് മാളിലൊക്കെ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകൾ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്കൊരു എന്താണ് പറയേണ്ടത്, ഒരു ഓണം പ്രമാണിച്ച് ഇങ്ങനൊരു എക്സിബിഷൻ നടക്കുന്ന അവിടെ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രത്യേക രസമാണ്. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് സോങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഇങ്ങനെ മ്യൂട്ടാക്കി വെക്കാത്തത്. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പണിയല്ലേ. അല്ലെങ്കിൽ അതുകൂടെ കേൾക്കുമായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കേസ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ പോവുകയാണ്. ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. കൂട്ടുകാരെ അന്നേരം അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ രാത്രിയാകുമ്പോഴേ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.